ഡൽഹിയിലെ CJP സമരം, കോക്രോച്ച് ജനതാ പാർട്ടി സമരം. ചെറുപ്പക്കാരാണ്, യങ്സ്റ്റേഴ്സാണ്, കൂടുതലും സ്റ്റുഡൻസ് ആണ്. അതായത് ഡൽഹിയിൽ ഇതേപോലെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ആ സമരങ്ങളെല്ലാം തന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. കുറച്ച് കൂടുതലും 30 വയസ്സ് 35 വയസ്സുള്ള പൊളിറ്റീഷ്യൻസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചേർന്നുള്ള സമരം. ഇപ്പം ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ, അല്ലെങ്കിൽ കേജ്രിവാളിൻ്റെ അണ്ണാ ഹസാരയുടെ സ്ട്രൈക്ക്. പക്ഷെ ഈ സമരത്തിനൊരു പ്രത്യേകതയുണ്ട്. ന്യൂ ജനറേഷനാണ്. ഇപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ഒരു വീഡിയോ ചെയ്ത് പല ആവർത്തി പറഞ്ഞു, ഈ പാറ്റകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഇതിനെ പിടിച്ചു കെട്ടാൻ പാടായിരിക്കും, മോദിയുടെ വെടി തീർക്കാൻ സാധ്യതയുണ്ട്. അന്ന് കേരളത്തിലെ ചില യൂട്യൂബേഴ്സും മറ്റുള്ളവരും പിന്നെ നാഷണലി പല ഗോതി മീഡിയകളൊക്കെ, ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ആൾക്കാരോട് പറയുമ്പം അവരൊക്കെ ഇതിനൊക്കെ വളരെയധികം മോശമായിട്ട് പുച്ഛിച്ചങ്ങ് തള്ളി. കാരണം ഈ മീഡിയ സപ്പോർട്ട് ഇല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഇവർ ധരിച്ചുകൊണ്ടിരുന്നത്. ചില കേരളത്തിലെ ചില നോൺസെൻസ് യൂട്യൂബ് ചാനലൊക്കെ പറഞ്ഞു ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. BJP അങ്ങനെ ധരിച്ചത്, RSS അങ്ങനെയാണ് ധരിച്ചത്. കാരണം ഹിന്ദുത്വ കൊണ്ട് ഇതിനെ മറികടക്കാം. അവരെന്തൊക്കെയാണ് ചെയ്തത്? ഹിന്ദുത്വ രീതിയിൽ ജയ് ശ്രീറാംബ്ലിയായിട്ട് മറ്റൊരു കൂട്ടർ അപ്പുറത്ത് വരുന്നു പല ആവർത്തി. അതായത് പോലീസിനകത്ത് പോലും നുഴഞ്ഞു കയറിയ ആൾക്കാർ ഈ സമരത്തെ തകർക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് ബിൽഡപ്പ് ചെയ്യുവാണ്, ഇന്ത്യ മുഴുവൻ ഇത് ബിൽഡപ്പ് ചെയ്യും. അപ്പം ഡൽഹി പോലീസ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അല്ല, പാർലമെന്റ് മാർച്ച് നടത്താൻ പറ്റത്തില്ല. പ്രത്യേക രീതിയിലുള്ള കർഫ്യൂ പോലല്ലാത്ത സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. മാർച്ച് പൂർണ്ണമായിട്ടും നിരോധിച്ചു. ആളുകൾ കൂടാൻ പറ്റില്ല. അപ്പോഴും ഞാൻ ചില സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ന്യൂ ജനറേഷനെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് എൻ്റെ മകള്, രണ്ടാമത്തെ മകൾ ഇവിടുത്തെ ഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയാണ്. അപ്പോൾ അവള് ഈ പറയുന്ന ഒരു കൂട്ടർ ഇന്ന് ആ സമരത്തിന് വേണ്ടി പോയി. അവളെടുത്ത ചില വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ കാണുക. അപ്പം ഈ വീഡിയോ ക്ലിപ്പ് കാണുമ്പോഴും മനസ്സിലാവും അവൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ആക്റ്റീവായിട്ട്. കുറേ കൂട്ടുകാർ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം, ഏകദേശം 10ഓളം 200ഓളം കുട്ടികൾ വരുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വാട്സപ്പിനകത്തും മറ്റുള്ളതിൻ്റെ അകത്തും. അപ്പോൾ അവർക്ക് ഒരു അഡീഷണലായിട്ടൊരു SOP കൊടുത്ത സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, എന്തൊക്കെ കരുതിയാവണം അവിടെ വരേണ്ടത്. ഇപ്പം ഞാൻ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട്, പ്രൊട്ടസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു കാലത്തെ പോലെ അല്ല ഇപ്പോഴത്തെ ജനറേഷൻ. അവരെല്ലാം കരുതിയാണ് വരുന്നത്. അവർക്കറിയാം അവരുടെ മൊബൈൽ ജാം ചെയ്യും. അപ്പം മൊബൈൽ ജാം ചെയ്തു. പല മെട്രോ സ്റ്റേഷൻ അടയ്ക്കുമെന്നറിയാം. ഈ മെട്രോ സ്റ്റേഷൻ അടച്ചു. പലയിടത്തും ബാരിക്കേഡുകൾ വെച്ചിട്ട് തടയുമെന്നറിയാം. അവർ സ്നാക്സ്, വെള്ളം, പരിപാടികളുമായിട്ടാണ് പോകുന്നത്. അതാ പറയുന്നത്, നമ്മുടെ ഒരു കാലയളവിലുണ്ടായിരുന്ന സംഭവമല്ല പുതിയ ജനറേഷൻ എന്ന് പറയുന്നത്. അവർ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് വരിക. ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് എനിക്ക് റൗസ് അവന്യൂ കോർട്ടിൽ പഴയ തെഹൽക്ക കേസിൽ ശശിയുമായിട്ടുള്ള മാറ്ററിൻ്റെ അവസാനത്തെ ഞാൻ വിറ്റ്നസ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആയിരുന്നു. ആ കോർട്ടിൻ്റെ ഡേറ്റ് പോലും ഈ പറയുന്ന ട്രാഫിക് പ്രശ്നമായിട്ട് അവിടെയുള്ള CBI ആണ് പ്രോസിക്യൂഷൻ നടത്തുന്നത്. അവരുടെ വിറ്റ്നസ് ആണ് ഞാൻ. അവരത് മാറ്റിവെച്ചു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് റോഡുകൾ ബ്ലോക്കാക്കി കളഞ്ഞു. അപ്പം എന്തുവായിരുന്നു BJP, ഈ ഭരണകക്ഷിയും പോലീസൊക്കെ ഉദ്ദേശിച്ചത്? അവർക്കത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും.
അവിടെയാണ് പരാജയം ഉണ്ടായത്. പത്രങ്ങൾ തന്നെ പറയുന്നു പോലീസ് ഇത്രമാത്രം ക്രാക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഈ പാറ്റകൾ പലയിടത്തൂടെ കയറി വരികയാണ്. അതാണ് ഈ പാറ്റ എന്ന് പറയുന്നത്. ചില മരമണ്ടന്മാർ പറഞ്ഞു, സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നുണ്ട്, പാറ്റയെ ഹിറ്റ് അടിച്ചു കൊല്ലും. ഹിറ്റും എന്നല്ല, ഒരു കോപ്പ് അടിച്ചാൽ ഇത് ചാവത്തില്ല, ഇത് പെരുകുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ സിറ്റികളിലെല്ലാം പ്രകടനം ഉണ്ടായി. ചെറുപ്പക്കാർ മോദിക്കെതിരെ തിരിയുന്നു. സിമ്പിളായിട്ടങ്ങ് മനസ്സിലാക്കുക. ഫ്രസ്ട്രേഷനാണ് ഭയങ്കരം. നീറ്റ്, CBSE എക്സാമിനേഷൻ, ആരാണ് ഉത്തരവാദി? ആർക്കും അറിയത്തില്ല. ഇനി അയോധ്യ അമ്പലം മോഷണം നടന്നു, ആരാണ് ഉത്തരവാദി? ഇപ്പൊ പല ഇഷ്യൂസ് ഉണ്ട്. ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നില്ല, പലരുടെയും ജോലി പോകുന്നു. മോദിയാണെങ്കിൽ വിശ്വഗുരു എന്നും പറഞ്ഞുകൊണ്ട് ഒരു നോൺസെൻസ് രീതിയിൽ അങ്ങ് പോകുന്നു. ഇതാണ് ഇഷ്യൂ ഉണ്ട്, ചെറുപ്പക്കാരുടെ ഫ്രസ്ട്രേഷൻ. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഡൽഹി ക്യാപിറ്റൽ സിറ്റിയാണ്. ഇവിടുത്തെ പോലീസ് സംവിധാനം ഇന്ത്യയിൽ ഒരു സിറ്റിയിലും ഇല്ല. കാരണം കഴിഞ്ഞ 30 വർഷമായിട്ട് ഡൽഹി ജീവിക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് ന്യൂഡൽഹിക്കകത്ത്. അത്രമാത്രം പോലീസ് സംവിധാനമുള്ള ഒരു നഗരമാണ് ഡൽഹി. ഇന്ത്യൻ പാർലമെൻറ്റ്, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, എംബസികൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യാലയങ്ങൾ, ഓഫീസുകളൊക്കെ ഉള്ള സിറ്റിയാണ്. അപ്പം ഡൽഹി പോലീസിന് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അവരുടെ മാർച്ച് പാർലമെന്റ് ഹൗസ് അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി. എന്നിട്ട് ലാത്തി ചാർജ് ഒരിടത്തല്ല നടന്ന, പലയിടത്തും നടന്നു. എന്നിട്ട് ഞാൻ പറയാം, ഇത്രയും പെൺകുട്ടികൾ പങ്കെടുത്ത ഒരു പ്രൊട്ടസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടം പോലെ പെൺകുട്ടികളാണ്. എല്ലാം മിഡിൽ ക്ലാസ്സിൽ നിന്നാണ് അധികവും വന്നിരിക്കുന്നത്. കാരണം അവർക്കെല്ലാം കൺസേൺ അവരുടെ ഫ്യൂച്ചറാണ്. ഇവരൊന്നും രാഷ്ട്രീയക്കാരൊന്നുമില്ല. എൻ്റെ മകൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷെ കൺസേൺഡാണ്. ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും, എങ്ങനെ പോകും? ഈ പറയുന്ന പോലെ ഈ മോദി ഗവൺമെൻറ് പറയുന്ന തള്ളൊന്നും ഇന്നത്തെ ചെറുപ്പക്കാർ വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാവർക്കും മനസ്സിലായി പൂർണ്ണമായിട്ടും തള്ളുകയാണ്, 1% പോലും സത്യമില്ല. അതായത് ഡൽഹിയിൽ നിന്നുണ്ടായത് ഈ പറയുന്ന വലിയ രീതിയിലുള്ള പോലീസ് ക്രാക്ക് ഡൗൺ. എത്രയെടുത്ത് ലാത്തി ചാർജ്. ഈ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നു, അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, അവർ പിന്മാറുന്നില്ല. അതായത് ഞാൻ വീണ്ടും പറയുന്നു, മോദി ഗവൺമെൻറ്റിനും BJPക്കും അവരിതിനെല്ലാം തടയാൻ ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 12 വർഷമായിട്ട് കോൺഗ്രസ് ഇന്ത്യയുടെ പ്രതിപക്ഷമാണ്, മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്. അവർക്ക് ഇതേപോലെ ഒരു പ്രകടനം, പ്രതിഷേധം നടത്താൻ കഴിഞ്ഞു? ഇത്രമാത്രം രാഷ്ട്രീയ പ്രാധാന്യം, എക്സ്പീരിയൻസ് ഉള്ളവർ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൊണ്ടായ CJP അവർക്കത് കഴിഞ്ഞു. അവർക്ക് ഇന്ത്യയുടെ മുഴുവനും ഗ്ലോബൽ അറ്റൻഷൻ, ഗ്ലോബൽ മീഡിയ മുഴുവനും ഇത് റിപ്പോർട്ട് ചെയ്തു. ഈ പറയുന്ന സോനം വാങ്ചുക്കിൻ്റെ ഫാസ്റ്റിംഗ് ആണെങ്കിലും, അത് പിന്നീട് അഭിജിത് ദീപ്തെ, ഈ സംഭവം ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു. അതായത് മനസ്സിലാക്കുക, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഗ്ലോബൽ മീഡിയ കംപ്ലീറ്റ് മോദിയെ ഒഴിവാക്കി. ഇപ്പം ഇന്ത്യയിലുണ്ടാകുന്ന ഈ ഗ്ലോബൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സംഭവം ഈ പറയുന്ന പാർട്ടികളെയാണ്. അതാണ് ഇന്ത്യയുടെ ചേഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ്, അതായത് പ്രതിപക്ഷം, അവർ തകർന്ന് നാശമായി. ഇത് പുതിയൊരു സംഭവം ഉണ്ടാവുകയാണ് ചെറുപ്പക്കാരുടെ. അതിനെ എത്രമാത്രം പോലീസ് ക്രാക്ക് ഡൗൺ ചെയ്താലും ഇത് മുന്നോട്ട് തന്നെ പോകും. ഇന്ത്യയുടെ പല സിറ്റികളിലും ഉണ്ടാകും. ഇന്ത്യയുടെ പല സിറ്റികളിലും പ്രകടനം നടന്നു. കാരണം സോനം വാങ്ചുക്ക് എന്ന് പറയുന്നത് എഞ്ചിനീയറാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? പാകിസ്ഥാൻ ചാരൻ, ചൈനീസ് ചാരൻ, അത് ഇത്, അവർ ഫണ്ട് ചെയ്യുന്നു, ഇവർ ഫണ്ട് ചെയ്യുന്നു. ഇതെല്ലാം അന്വേഷണം, ഇതൊരു പുല്ലുമില്ല. ഇത് ഓർഗാനിക്കായിട്ടുണ്ടായതാണ്. ആൾക്കാർ ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ അല്ല. BJPയുടെ ഇന്ത്യയിലെ വളർച്ച ഓർഗാനിക് അല്ല, ആർട്ടിഫിഷ്യലാണ്. പശു പൊളിറ്റിക്സ്, ശ്രീരാമൻ, അത് ഇത്, അമ്പലം, ഹിന്ദുത്വ പൊളിറ്റിക്സ്, അത് കുറച്ച് കഴിയുമ്പോഴങ്ങ് നിന്നു പോവും. അതിനെ തല്ലി അങ്ങ് തകർക്കും ഈ പറയുന്ന CJP. കാരണം ഇതിനകത്തുള്ളത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ്. ഹിന്ദു അടുത്ത ജനറേഷനാണ് ഉള്ളത്. ആ ജനറേഷന് ഭയമാണ് മോദിയെ.
കാരണം പറയുന്നത് മുഴുവനും കള്ളത്തരവും കപടതയാണെന്നറിയാം. അത് ഓരോന്നായിട്ട് ഓരോ ദിവസം പൊളിഞ്ഞു പോവുകയാണ്. അഴിമതിയുടെ കാര്യത്തിൽ മോശമാണോ? നല്ല പോലെ അഴിമതി കാണിക്കുകയല്ലേ എല്ലായിടത്തും. ഇപ്പോൾ E20 ആണെങ്കിൽ ഓരോ വിഷയം എടുക്കുക, മനസ്സിലാക്കുക. BJPയുടെയും ഹിന്ദുത്വ സംഘപരിവാർ RSS പൊളിറ്റിക്സിനകത്ത് ഒരു അടി തന്നെയാണ് CJP. അത് ദീപ്ത എന്ന് പറയുന്ന ഒരു ഇന്ത്യയിലൊരു ദളിത് പയ്യനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിൻ്റെ സപ്പോർട്ട് ബേസ്ഡ് ഇങ്ങനെ വൈഡ് സ്പ്രെഡായിട്ട് പോവുകയാണ്. പല ആൾക്കാരുടെയും ധാരണ ഇതൊന്നും വളരത്തില്ല, ഇതൊക്കെ അടിച്ചങ്ങ് ഒതുക്കുമെന്നായിരുന്നു. പക്ഷെ അവസാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തയ്യാറായി അഭിജിത്ത് ദീപ്തയുമായിട്ട് സംസാരിക്കാൻ, അവിടെ കൊണ്ടെത്തിച്ചു. അതാണ് ഞാൻ പറയുന്നത്, ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫോർമേഷനും മുന്നോട്ട് പോകുമ്പോൾ ഈ മൂവ്മെൻറ്റ് ഉറപ്പായിട്ടും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും BJPക്കും തലവേദന തന്നെയാണ്. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേന്ദ്രത്തിൽ നിന്നും BJP തെറിക്കാനുള്ള സാധ്യത വരെയുണ്ട്. കാരണം BJPക്കകത്തും വലിയൊരു കൂട്ടം മോദി എതിർക്കുന്നവരുണ്ടായിട്ടുണ്ട്. കാരണം ഈ ചെറുപ്പക്കാർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സത്യത്തെ ഇതേപോലെയുള്ള നരേറ്റീവ്സും കള്ളങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് തടുക്കാൻ സാധിക്കത്തില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കുട്ടികൾ. അതായത് എൻ്റെ മകൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന് പോയപ്പോൾ അവരെന്തൊക്കെ കരുതിയിട്ടാണ് പോയത്. മൊബൈൽ ജാം ചെയ്യുമ്പോൾ ആ ഭാഗത്ത് കാരണം ഞാൻ ഈ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോകാതിരുന്ന ആ ഭാഗത്ത് അവിടെ ജാമായിപ്പോയി. ആ സമയത്ത് അവർക്കറിയാം ബിഗ് ചാറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് എടുത്തിട്ട് ബ്ലൂടൂത്ത് മുഖാന്തരം അടുത്തുള്ളവരുമായിട്ട് എങ്ങനെ ഡിസ്കഷൻ നടത്താം. അത് ഇപ്പോഴത്തെ പോലീസുകാർക്ക് അറിയത്തില്ല, ഇപ്പോഴത്തെ ഭരണകൂടത്തിന് അറിയത്തില്ല. അതാണ് ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജിൽ ഉണ്ടായ ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ ജനറേഷൻ. ആ ജനറേഷന് കൃത്യമായിട്ടറിയാം എങ്ങനെ ടാക്കിൾ ചെയ്യണം. എത്ര പോലീസ് ലാത്തി ചാർജും ഇതേപോലെയുള്ള പ്രതിഷേധ പന്തലുകൾ അടിച്ചു പൊളിച്ചാലും ഉറപ്പായിട്ട് ഈ പാറ്റാക്കൂട്ടങ്ങൾ ഈ പറയുന്ന മോദിയെ കാർന്ന് തന്നെ തിന്നും. വിശ്വഗുരുവിൻ്റെ വെടി ഇവർ തീർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാതെ ഡൽഹിയിൽ അവർ കാണിച്ചു കൊടുത്തു. ഡൽഹിയിൽ അതാണ് അവർ ഷോ ചെയ്തത്. ഇത്രയും വലിയ 10,000-3000 പോലീസുകാരുണ്ടായിട്ട് അവർക്കൊരു പുല്ലും ചെയ്യാൻ സാധിച്ചില്ല. പ്രതിഷേധ പ്രകടനം ഡൽഹിയുടെ എല്ലായിടത്തും, അതായത് സിറ്റിയുമായി ന്യൂഡൽഹി ഭാഗത്ത് ഏകദേശം എല്ലായിടത്തും ആൾക്കാരങ്ങ് കൂടി. CP ആണെങ്കിലും കൊനാട്ട് പ്ലേസ് ആണെങ്കിലും ഇന്ത്യ ഗേറ്റ് ഭാഗത്തും ജന്ത്ര അവിടെ ആൾക്കാരങ്ങ് കൂടി. ഈ പറയുന്ന കുട്ടികൾ ഞാൻ കണ്ട പല സ്റ്റേഷനിൽ നടന്ന് ദൂരെ നിന്ന് വരികയാണ്. കാരണം അടുത്തുള്ള ജന്തർ മന്ദറിന് അടുത്തുള്ള എല്ലാ മെട്രോ സ്റ്റേഷനും അവിടെ എല്ലാം അടച്ചങ്ങ് പൂട്ടി. എന്നിട്ടും ആൾക്കാർ പ്രതികരിച്ചു. അതേപോലെ പല ഭാഗത്തു നിന്ന് UP, ഹരിയാന അവിടെ നിന്നൊക്കെ കുട്ടികളും ഈ പറയുന്ന ചെറുപ്പക്കാർ ഒരു ദിവസം മുമ്പേ വന്നു. ഡൽഹിയിൽ ഈ പറയുന്ന റോഡിലും സൈഡിലും അവിടെ കിടന്നു. കാരണം ഇവരെ തടയുമോ എന്നുള്ള, കാരണം അവർക്കറിയാം അവർക്ക് പോലീസിനേക്കാളും അഡ്വാൻസ്ഡ് ആണ്. അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞത്. അതായത് കൃത്യമായിട്ട് പറയാം, മോദിക്കും അമിത്ഷായ്ക്കും BJPക്കും അതേപോലെ തന്നെ സംഘപരിവാറിനും CJP കോക്കോ ജനതാ പാർട്ടിയെ തടുക്കാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ അടുത്ത പുത്രൻ തന്നെയാണ് അഭിജിത്ത് ദീപ്ത എന്ന് പറയുന്ന ദളിതായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ. ആ പ്രതീക്ഷയാണ് ചെറുപ്പക്കാർക്ക്, ഇന്ത്യയിലെ സ്റ്റുഡൻസിനും കിട്ടിയിരിക്കുന്നത്. അതാണ് CJPയുടെ വളർച്ച കൂടുന്തോറും BJP എന്ന പാർട്ടി ഇന്ത്യയിൽ മുകളിൽ നിന്നും താപ്പോട്ടങ്ങ് പോകും എന്ന കാര്യത്തിൽ ഡൽഹി കാണിച്ചു കൊടുത്തൊരു ചാപ്റ്റർ ഉണ്ട്. അത് 100% കേന്ദ്ര സർക്കാരിനും BJPക്കും ഇപ്പോൾ കൺവിൻസ്ഡായി അവർക്ക് ഇതിനെ തടുക്കാൻ പറ്റില്ല.